എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ ബലിയെ പൂജിക്കാനുള്ള ദിവസമല്ല തിരുവോണം. അസുരപൂജയല്ല, ദേവപൂജയാണ് എന്നർത്ഥം. ആസുരികമായ അധിനിവേശത്തിൽ നിന്ന് ലോകത്തിന് മോചനം, സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത സുദിനമാണ് തിരുവോണം. ശരി, അങ്ങനെയാണെങ്കിലും ബലി നന്നായി രാജ്യം പരിപാലിച്ചില്ലേ? നല്ല ഭരണമായിരുന്നില്ലേ? കള്ളവും ചതിയും പൊളിവചനവും ഒന്നുമില്ലാതെ ഭരിച്ചില്ലേ? അധിനിവേശമാണെങ്കിലും പ്രജകളെ നന്നായി പരിപാലിക്കുന്നുണ്ടോ? അത് നോക്കിയാൽ പോരെ എന്ന് ചിലർ വാദിച്ചേക്കാം. വാസ്തവത്തിൽ അന്ന് ബലിയുടെ കാലത്ത് കള്ളം പറയാറുണ്ട്, അധർമ്മമുണ്ട്. അതിന് പ്രമാണമായ ശ്ലോകങ്ങളുണ്ട്. 3 അടി ദാനം നൽകാൻ വാക്കുകൊടുത്ത ബലിയുടെ മുന്നിലേക്ക് ഗുരുവായ ശുക്രാചാര്യർ ഓടി വന്ന്, വാക്ക് തിരുത്തിക്കോളൂ, തരില്ല എന്ന് പറഞ്ഞോളൂ രാജാവേ, അങ്ങക്കെല്ലാം നഷ്ടമാവും, നുണ പറഞ്ഞോളൂ എന്ന് പ്രേരിപ്പിക്കുന്ന ഭാഗമുണ്ട്. നമുക്കങ്ങനെ നുണ പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അങ്ങനെ പറയാറുണ്ടല്ലോ എന്ന് ബലിയെ പ്രേരിപ്പിക്കുന്ന ശ്ലോകം ഭാഗവതത്തിലുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ സാരം അന്ന് നുണ പറയാറുണ്ടെന്നർത്ഥം. ശരി, എന്നാലും ചിലർ ഇങ്ങനെ വാദിച്ചാൽ എന്തു പറയും? ജനങ്ങളുടെ ക്ഷേമം അതാണല്ലോ പ്രധാനം. അത് നോക്കിയാൽ പോരെ? ബലിയെ തുടർന്നും ഭരിക്കാൻ അനുവദിച്ചുകൂടെ? ജനങ്ങൾക്ക് നന്മ വരുത്തുന്ന ഭരണത്തെ നശിപ്പിക്കലാണോ ഭഗവാന്റെ ധർമ്മം? തിരുവോണത്തിൻ്റെ മഹത്വം എന്താണെന്നറിയാതെ, തിരുവോണത്തിൻ്റെ മഹിമയെ തലകീഴായി മനസ്സിലാക്കിയ ഈ സമൂഹം ഇങ്ങനെ ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. നമുക്ക് നോക്കാം. നോക്കൂ, ഒരു ദിക്കിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഒരു കുടുംബം പുലർത്താൻ, ഒരു കുടുംബം നോക്കാൻ അവൻ മിടുക്കനാണ്, അധ്വാനിയാണ്, ധീരനാണ്, ഉത്സാഹിയാണ്. അവൻ്റെ കയ്യിൽ ഒരു കുടുംബം സുരക്ഷിതമായിരിക്കും എന്നെല്ലാവർക്കും അവനെക്കുറിച്ച് മതിപ്പാണ്. എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് അവൻ മിടുക്കനാണ്, ഒരു കുടുംബം പരിപാലിക്കാൻ അവൻ മഹായോഗ്യനാണ് എന്നെല്ലാവർക്കും സമ്മതനായ ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ എല്ലാവർക്കും സമ്മതനായ അവൻ ഒരു ദിവസം നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് പൊറുതി തുടങ്ങി എന്ന് വിചാരിക്കുക. എന്താ, നിങ്ങൾക്ക് സമ്മതമാണോ? നിങ്ങളുടെ ഭവനത്തിൽ ഇതുപോലെ എല്ലാവർക്കും സമ്മതനായ, അത്യുത്സാഹിയായ, ധീരനായ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ, കുടുംബം നോക്കാൻ അവൻ യോഗ്യനാണ്, അത്യധ്വാനം ചെയ്ത് കുടുംബത്തെ പരിപാലിക്കാൻ യോഗ്യനാണ് എന്നെല്ലാവർക്കും സമ്മതമായ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ കുടുംബത്തിൽ കയറി വന്ന് പൊറുതി തുടങ്ങിയാൽ നിങ്ങൾക്ക് സമ്മതമാകൂ? അയ്യേ, അത് പറ്റില്ല, ഇറങ്ങിപ്പോകാൻ പറയൂ. അതെന്താണ്? നമുക്കെല്ലാവർക്കും അവനെക്കുറിച്ച് നല്ല അഭിപ്രായമല്ലേ? ഒരു കുടുംബം പുലർത്താൻ അവൻ മിടുക്കനാണെന്ന് നമുക്കെല്ലാവർക്കും അഭിപ്രായമുണ്ടല്ലോ. അവൻ നിങ്ങളുടെ കുടുംബം നന്നായി നോക്കും. എന്താ? ഏയ്, അത് വയ്യ, എൻ്റെ കുടുംബം ഞാൻ നോക്കും, അവൻ അവൻ്റെ കുടുംബം നോക്കട്ടെ. അതാണ് ശരി. അവൻ നന്നായി കുടുംബം നോക്കാൻ കെൽപ്പുള്ളവനാണെങ്കിൽ അവൻ അവൻ്റെ കുടുംബം നോക്കണം. അല്ലാതെ അന്യൻ്റെ കുടുംബത്ത് കയറിയിട്ടല്ല
തൻ്റെ കുടുംബഭരണത്തിൻ്റെ മേന്മ പ്രദർശിപ്പിക്കേണ്ടത്, അല്ലേ? ഇതുപോലെ തന്നെയാണ് ബലിയുടെ കാര്യം. ബലി നന്നായി ഭരിക്കുന്നുണ്ടല്ലോ എന്നത് എവിടെയും കയറി ഭരിക്കാനുള്ള ലൈസൻസ് അല്ല. അത് മര്യാദയല്ല, ധർമ്മമല്ല. ബലി നല്ല ഭരണാധികാരിയാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് ബലിക്ക് അനുവദിച്ച ദിക്കിൽ, സ്വന്തം ദിക്കിൽ അത് തെളിയിക്കണം. അധിനിവേശം നന്നല്ല. ഇത് പുതിയ തലമുറയെ ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമസ്തേ.